ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഇവനങ്ങ് ശരിയാക്കിയാലോ? അല്ല, നാടൻ കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഇത് നമ്മൾ വീട്ടിൽ തന്നെ വളർന്നൊരു കോഴിയാട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അടുപ്പത്ത് മൺചട്ടിയിലാട്ടോ എപ്പോഴും നല്ല നാടൻ കോഴി വെക്കാറ്, കുക്കറിലൊന്നും വെക്കാറില്ല. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് ചൂടായി വരുമ്പോൾ അതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 വലിയുള്ളി എടുത്തിട്ട് നന്നായിട്ട് വാട്ടട്ടോ. അത് വാടി വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് ചേർക്കുന്നുള്ളൂ. ഇനി മുളക് പൊടി കുറച്ചിട്ട് കൂടുതൽ കുരുമുളക് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കടുക്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ നാടൻ കോഴിയിൽ കടുകൊക്കെ ഇട്ടാൽ. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നു. അത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ കോഴിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പോഴേക്കും നമ്മുടെ വലിയുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, അതും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമുളക് മാറിയതിന് ശേഷം നമ്മുടെ അരപ്പില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. അപ്പം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. നമ്മുടെ സാധാ കോഴി മാതിരിയല്ല, ഈ കോഴിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം നല്ല വേവുള്ള ചിക്കനാണ്. നമ്മുടെ ബ്രോയിലർ കോഴി മാതിരി പെട്ടെന്ന് വെന്തിട്ടില്ല. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെള്ളമൊന്നും അധികം വെക്കേണ്ട ആവശ്യമില്ല, കുക്കറിൽ കൂക്കിച്ചല്ലേ. പക്ഷേ ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ തിളച്ച് വെന്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അരപ്പിലും കുറച്ച് വേപ്പിൻ്റെ ഇല നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പിൽ വേപ്പിൻ്റെ ഇലയും കാണിക്കാൻ മറന്നതാണ്. അതെന്തായാലും ചേർക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി നല്ല കുറുകിയ കറിയോട് കൂടിയിട്ട് നല്ല അടിപൊളി നാടൻ കോഴിക്കറി റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഒരു അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.